കേരളത്തിലെ സ്ത്രീ കോൺഗ്രസ് സംസ്ഥാനത്തിൽ നിൽക്കുന്ന വനിതകൾക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രവർത്തിക്കുന്ന വനിതകളല്ല, അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പണ്ട് എന്നാണ്. പണ്ട് ആയാലും വർത്തമാനകാലമായാലും സ്ത്രീ സമൂഹത്തിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ചർച്ചയായ അതേ പരസ്യമായ ഒരു കാമക്കടുവയായി മാറാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ സമോന്നതനായ നേതാവ് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന പഹയനുമായി ബന്ധപ്പെട്ട നിരവധി ട്രോളുകൾ, നിരവധി വീഡിയോകൾ, അതായത് ഇന്റർനാഷണൽ ചാനലുകളിലടക്കം ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്ന ആദ്യ വീഡിയോ കാണുന്ന ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതായത് ഇവിടെ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു വിഷയം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ബിന്ദു കൃഷ്ണ എല്ലാവർക്കും കൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ചെറിയാൻ മാത്രമാണ് അവിടെ ഒരു കാമക്കടുവ. അതായത് പട്ടാപ്പകലും ഓനൊരു വല്ലാത്തൊരു പഹയനെ പട്ടാപ്പകൽ ഒരു കാമക്കടിവായി നോക്കും. ഒന്ന് ആലോചിച്ചൊക്കെ ഓൻ എന്താ കഴിക്കുന്നത്, ഓൻ്റെ ഭക്ഷണം എന്താണ്, ഓൻ്റെ ജീവിതചര്യ എന്താണെന്ന് പോലും പല ആളുകളും, അതായത് പലരും ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും അധികം ഒരു കാമക്കടുവയായി മാറാൻ മാത്രം ഓൻ്റെ ഒരു ശാരീരിക ക്ഷമത എന്താണെന്നുള്ളതാണ് പലരും പരിശോധിക്കുന്നത്. അതായത് ആദ്യം ഓൾക്ക് ഹഗ് കൊടുക്കാൻ വേണ്ടി തുനിയുമ്പോൾ ഓനൊരു ഹഗ്ഗിന് മാത്രമല്ല, രണ്ടാമത്തെ ഒരു അറ്റൻഡ് ഒരു ലിപ്പ് ലോക്ക്, അതായത് ഓള് ഈ പറഞ്ഞ കണക്ക് ആ ഒരു ഹഗ് വേണ്ട എന്നുള്ള രീതിയിൽ തട്ടി മാറ്റുമ്പോൾ രണ്ടാമത്തെ ഓൻ്റെ ശ്രമം, അതായത് ഒരു ലിപ് ലോക്ക്, ഒരു മിനിമം ഒരു ലിപ് ലോക്ക് എങ്കിലും ഓൻ ലക്ഷ്യമിടുന്നുണ്ട്. ചുണ്ടോട് ചുണ്ടടുപ്പിക്കുന്ന ഒരു പഹേനെയാണ് കാണാൻ സാധിക്കുന്നത്. ഏറെ ഞെട്ടലുളവാക്കുന്ന വീഡിയോ തന്നെയാണ്. അങ്ങനെ അവിടെ ഓൻ പരാജയപ്പെടുകയാണ്. ഓൻ നാണം കെട്ട് നാനതിന് ശേഷം പിന്നീട് ആ ഒരു പരാജയത്തിന്റെ ഭാരത്തിൽ ഓൻ പോയി മറ്റൊരാളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? അതേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ആ ഒരു MLA വന്നിറങ്ങുമ്പോൾ ഓൻ കരുതി കൂട്ടി ഒരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷനിലൂടെ ഓൻ്റെ നെക്സ്റ്റ് ഓപ്പറേഷൻ നടത്തുകയാണ്. അവിടെ ഓൻ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് പുണർന്നതിന് ശേഷം ഒരു കാമക്കടുവയായി മാറാനുള്ള എല്ലാ ഒരു ശ്രമങ്ങളും ഓൻ നടത്തുന്നുണ്ട്. അവിടെ ഷാനിമോൾ ഉസ്മാനും ആ ഒരു പഹയന്റെ കരാള കഷ്ടങ്ങളിൽ നിന്ന് വഴുതി മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഓൻ വീണ്ടും കെട്ടിപ്പിടിച്ച് മുതുകത്തിട്ട് തട്ടുന്നൊരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പഹയനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഏറെ ഭയക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കോൺഗ്രസിന് ഈ ഒരു വിഷയം, അതായത് കാമക്കടുവയായി മാറാൻ ശ്രമിക്കുന്ന നേതാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു പാർട്ടിയാണ്. ഇതിനു മുമ്പും ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പഹയനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാകും. ഓനെ ജയിലിൽ അടക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരും ചർച്ച ചെയ്യാത്തൊരു സംഗതി, ഇതാദ്യമല്ല ചെറിയാൻ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ. ഓൻ ഇടതുപക്ഷത്തിന്റെ കൂടെ, ഓൻ ആദ്യം കോൺഗ്രസ് ആയിരുന്നു, അതിനുശേഷം ഇടതുപക്ഷത്തിലേക്ക് വരുന്നു. ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നപ്പോൾ ഇതുപോലൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കോൺഗ്രസ് പ്രവർത്തകരായ സ്ത്രീകൾക്കെതിരെ നടത്തിയിരുന്നു. അന്നേറെ വിവാദമായിരുന്നു. ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ എന്തായിരുന്നു? വരട്ടെ, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയവും അതുപോലെ സ്ത്രീ സംരക്ഷണവും പല രീതിയിൽ അതിനെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ സ്ത്രീപക്ഷ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് അതിനോട് സഹകരിക്കുമ്പോൾ മറ്റു ചിലർ സ്ത്രീപക്ഷമാണ് എന്ന മൂടുപടത്തിലൂടെ സ്ത്രീവിരുദ്ധത പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ പരാമർശങ്ങൾ കേട്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ് എന്ന വ്യക്തിത്വത്തെ ഞങ്ങൾ ആരും ആക്രമിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. പണ്ട് കോൺഗ്രസിൽ ഇങ്ങനെയാണ് നടന്നതെന്ന്. 3 പതിറ്റാണ്ടോളം ആകുന്നു ഞങ്ങളൊക്കെ കോൺഗ്രസ് സ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. നാളിതുവരെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ അല്ല, നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല ശ്രീമതി ബിന്ദു കൃഷ്ണ. അതായത് ഇതിനകത്ത് ചെറിയാൻ ഫിലിപ്പ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞ് അവർ എൻ്റെ കുഞ്ഞനുജത്തിമാരാണ്. എല്ലാവരുമല്ല, ചിലർ അങ്ങനെ ചിലരെ അങ്ങനെ രീതിയിലേക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ഒരു അനാരോഗ്യ പ്രവണത കോൺഗ്രസിലുണ്ട്. കേരളത്തിലെ സ്ത്രീ കോൺഗ്രസ് സംസ്ഥാനത്തിൽ നിൽക്കുന്ന വനിതകൾക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രവർത്തിക്കുന്ന വനിതകളല്ല, അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പണ്ട് എന്നാണ്. പണ്ട് ആയാലും വർത്തമാനകാലമായാലും സ്ത്രീ സമൂഹത്തിന് മൊത്തത്തിൽ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് എല്ലാവർക്കും ബോധ്യമായി. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അടക്കമുള്ളവർ അതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഞങ്ങളുടെയൊക്കെ അറിവിലും ബോധ്യത്തിലുമുള്ള കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ശക്തമായ നിലപാടെടുത്തത്. പൊതുസമൂഹത്തിൽ സ്ത്രീകൾ ഏത് മേഖലയിലായാലും ഉയർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും അപമാനങ്ങളും ഒക്കെ തന്നെ
പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ആ കോണുകളിൽ നിന്ന് വരുന്ന അത്തരം പ്രചാരണങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പരിണതപ്രജ്ഞരായ പൊതുപ്രവർത്തകർക്കും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതേ, ഓൻ അന്ന് നടത്തിയ വെളിപ്പെടുത്തൽ കോൺഗ്രസിലുള്ള നിരവധി സ്ത്രീകൾ, പേര് പറയാതെ ഓൻ പറഞ്ഞത് പണ്ട് കാലത്ത് കോൺഗ്രസിലുള്ള നിരവധി സ്ത്രീകൾ ഇതുപോലെ നേതാക്കന്മാർക്ക് കിടന്നു കൊടുത്തിട്ടാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിന്ദു കൃഷ്ണ പറയുന്നത് ഓള് 30 വർഷമായിട്ട്, ഓളടക്കമുള്ള ആളുകൾ 30 വർഷമായിട്ട് കോൺഗ്രസിൽ നിൽക്കുന്നവരാണ്, അവരെയും ഈ ഒരു സംഭവം ബാധിക്കും എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ ഒരു പകയന് സംഭവിച്ചത്, ഈ ഒരു പകയനോട് ആരൊക്കെ പറഞ്ഞു കോൺഗ്രസിൽ ഇത് കണക്ക് പെണ്ണുങ്ങൾ, ഇമാരിയുള്ള പെണ്ണുങ്ങൾ അവറ്റകളെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ആരൊക്കെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു പകയം വീണ്ടും കോൺഗ്രസിൽ പോയത്. എന്നാൽ ഓനിക്ക് തെറ്റി. അതേ, ഓൻ എല്ലാ പെണ്ണുങ്ങളെയും ഒരേമാതിരി കണ്ടു എന്നുള്ളതാണ്. അവിടെ വേറെ ഒരാളും ബിന്ദു കൃഷ്ണനെ കെട്ടിപ്പിടിക്കാൻ തയ്യാറായില്ല. ഒറ്റ മനുഷ്യൻ, നോക്ക് എത്ര പേർക്കാണ് ഹസ്താലിംഗന നൽകുന്നത്. ഒരു പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, വേറെ ഒരു പകയനും ഓളെ കെട്ടിപ്പിടിക്കാൻ തയ്യാറായില്ല. ഓൻ മാത്രമാണ് ഒരു ട്രൈ ചെയ്തതാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ഓൾക്കത് മനസ്സിലായിട്ട് ഇതൊരു അപമാനമാകുമെന്ന് മനസ്സിലായി. നല്ലൊരു കുടുംബിനിയാണ് ബിന്ദു കൃഷ്ണൻ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടുകാരി കൊല്ലംകാരിയാണ്, കൊല്ലത്തു നിന്നാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ വിവാദമായെങ്കിലും ബിന്ദു കൃഷ്ണൻ നടത്തിയ ആ ഒരു ആക്ട് വളരെ പെർഫെക്റ്റ് ആണ്. ഒരു കൺസേൺ ഇല്ലാതെ ഒരിക്കലും ഒരു സ്ത്രീയെയും ഇതേപോലെ ഹഗ് ചെയ്യാൻ പാടില്ല. വിദേശ രാജ്യത്തൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അവരിങ്ങോട്ട് വന്ന് ഹഗ് ചെയ്യുമ്പോൾ, ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ മിക്കവാറും ഈ ഫോറിനേഴ്സൊക്കെ വന്ന് നമ്മളെ ഹഗ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. അറബികളും തമ്മിൽ ഹഗ് ചെയ്യും, പെണ്ണുങ്ങളില്ല ആണുങ്ങൾ തമ്മിൽ ഹഗ് ചെയ്യാറാണ്, പെണ്ണുങ്ങൾ ഹഗ് ചെയ്യും. ഇവിടെ ഹഗ് ചെയ്യുന്നവർക്ക് ഹഗ് ചെയ്യാം. പക്ഷേ കൺസേൺ ഇല്ലാതെ, ഒരു സ്ത്രീയുടെ കൺസേൺ ഇല്ലാതെ ഹഗ് ചെയ്യുന്നത് വളരെ മോശമാണ്. അവർക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. ഈ രീതിയിൽ ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം, ഇത് വീഡിയോ പകർത്തിയതിന് ശേഷം ഇത് വെച്ചിട്ട് അവരെ അളക്കും. അവർ ഇത്തരം പരിപാടിയാണ്, പരസ്യമായി ഹഗ് ചെയ്യുന്നത് കണ്ടില്ലേ. അല്ലാത്ത സമയത്ത് ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആ രീതിയിൽ അവരെ മോശമാക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് ആ ഒരു സ്ത്രീ ഇത് തട്ടിമാറ്റിയത് വളരെ ഉചിതമായൊരു തീരുമാനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസടക്കം വന്നിരിക്കുന്നു. ഇനി ഇതുപോലുള്ള കാമക്കടവുകൾ, ഇത്തരം ആക്ട് കാണിക്കുന്നതിന് വലിയ മുൻകരുതലായി ഇതിനെ കണ്ടുകൊണ്ട് പലരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കണം. പരസ്യമായി പട്ടാപ്പകൽ കാമക്കടവായി മാറാൻ ഒരിക്കലും ആരും മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും കടുക്കാ വെള്ളം കൊണ്ട് തീരുന്നൊരു സംഭവമല്ല. ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ചികിത്സ തന്നെ അത്യാവശ്യമാണ്. ഏറെ ഞെട്ടലുവാക്കുന്ന സംഭവം തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പകയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.